عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. സ്നേഹാധന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മസ്ജിദിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടം, അതാണ് മസ്ജിദുകളുടെ പ്രത്യേകത. അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിച്ചു പ്രസിദ്ധമായ ഒരു ഹദീസിൽ, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങൾ മസ്ജിദുകളാണ്, അവൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, അവന് മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഇടങ്ങൾ, അതാണ് ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഇടങ്ങൾ അങ്ങാടികളാണ്. കാരണം അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം ഇതൊന്നും പരിഗണിക്കാതെ ആളുകൾ പലതും ചെയ്യുന്ന ഇടങ്ങളാണ്. ഹറാമുകൾ, തിന്മകൾ, വഞ്ചന, കളവ്, ഏഷണി, മോഷണം, പരദൂഷണം, ഇങ്ങനെ പല ഹറാമുകൾ നടക്കുന്ന ഇടങ്ങളാണ് അങ്ങാടികൾ. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഇടങ്ങൾ അവിടെയാണ്. എന്നാൽ നമ്മുടെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ അധികം ആളുകൾക്കും സമയം ചെലവഴിക്കാൻ ഇഷ്ടം അങ്ങാടികളാണ്. ആളുകൾ തടിച്ചുകൂടുന്ന തെരുവോരങ്ങളാണ്, അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങളാണ്. മസ്ജിദുകളിൽ എങ്ങാനും ഒന്ന് എത്തിപ്പോയാൽ പെട്ടെന്ന് ഓടി കഴിച്ചില്ലാതാനാണ് ആളുകൾ താല്പര്യപ്പെടാറുള്ളത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാണ്. അപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ആമുഖമായി ആദ്യം എന്നെയും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണ്, അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ്, മസ്ജിദിലാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായ, പുണ്യകരമായ, ഉത്തമമായ, ഉത്കൃഷ്ടമായ മറ്റൊരു സദസ്സും ദുനിയാവിൽ നമുക്ക് ഒരു കാലത്തും ഇലാ യൗമിൽ ഖിയാമ ലഭിക്കാനില്ല. അതുകൊണ്ട് ഈ സദസ്സിൻ്റെ ഗൗരവവും പ്രത്യേകതയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അവസാനം വരെ ഇരിക്കണമെന്നും ആ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വിഷയം ഒന്നുകൂടി ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ്? സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര്? അബൂ ഹുറൈറ എന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേരല്ല, അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആർക്കറിയാം? കുട്ടികളോട് ആർക്കറിയാം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര് മുതിർന്നവർക്കറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് നമുക്കറിയാം. നമുക്ക് പല പേരുകളും നമ്മുടെ മനസ്സിൽ നമ്മൾ മനഃപ്പാടമാക്കി വെച്ച പല കായിക താരങ്ങളുണ്ടാവും, സെലിബ്രിറ്റികളുണ്ടാവും,
ഫിലിം ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും അല്ലേ? യുവജൻ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പലരും പേരറിയാം. അവരുടെ പേരും ഊരും അഡ്രസ്സും അവർ ഇന്നത്തെ വരുമാനം വരെ ആളുകൾക്ക് അറിയാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ 10 ആളുടെ പേര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ പലർക്കും അറിയില്ല. 10 അമ്പിയാക്കളുടെ പേര്, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 25 നബിമാരുടെ പേര് പലർക്കും അറിയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ ഈ ഉമ്മത്തിൽ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശരിയായ നാമം അബ്ദുറഹ്മാൻ എന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്ൻ സഖർ അദ്ദൗസി, അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം. അബ്ദുറഹ്മാൻ ഇബ്ൻ സഖർ അദ്ദൗസി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള സുദീർഘമായ ഒരു ഹദീസിന്റെ അവസാന ഭാഗം ഈ മജ്ലിസിന്റെ ഗൗരവവും പ്രാധാന്യവും ഇതിന്റെ ശ്രേഷ്ഠതയും അറിയിക്കാൻ ആ ഹദീസ് ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരാണോ അറിവന്വേഷിച്ച് ദീനിന്റെ വിജ്ഞാനം അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിച്ചത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴി, ആ മാർഗത്തിൽ പ്രവേശിക്കുക വഴി അതിലൂടെ സ്വർഗത്തിലേക്കുള്ള മാർഗം വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാനുള്ള പോംവഴി എന്താണെന്ന് അന്വേഷിക്കുന്നവരാണ് പല മുസ്ലിമീങ്ങളും. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ സ്വത്വബോധമുള്ള ഈമാനിന്റെ അല്പം കണികയെങ്കിലും അവശേഷിക്കുന്ന ഏതൊരു മുസ്ലിമും സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ എങ്ങനെ എത്താം എന്ന് ചിന്തിക്കുന്നവരായിരുന്നു. വിശിഷ്യ പരിശുദ്ധ റമദാനിൽ ആ ചിന്തയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഹദീസിൽ, ഞാൻ ഈ പറഞ്ഞ വാചകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്കുള്ള പോംവഴി നമുക്ക് അറിയിച്ചു തരും. സ്വർഗത്തിലേക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ, സ്വർഗത്തിലേക്ക് എളുപ്പമാർഗമുണ്ടെങ്കിൽ ഈ വാചകത്തിൽ നമുക്കത് വായിച്ചെടുക്കാം. എന്താണ്? അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം. ഇവിടെ പറഞ്ഞ അറിവിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിജ്ഞാനങ്ങൾ തേടിയുള്ള യാത്രയല്ല, ഭൗതിക വിജ്ഞാനങ്ങളുടെ മാർഗങ്ങൾ തേടിയുള്ള യാത്രയല്ല, ഒരിക്കലുമല്ല, അല്ലേ അല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം. അള്ളാഹു പറഞ്ഞു, ഖുർആനിൽ അള്ളാഹു ഇപ്രകാരം പറഞ്ഞു. അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പ്രായോഗികമായ വിശദീകരണം, ഖുർആനിന്റെ പ്രായോഗികമായ വിശദീകരണമാണ് അവിടുത്തെ സുന്നത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതിൽ ഇപ്രകാരം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു. സ്വഹാബത്ത്, അവരാണ് അതിന് ആദ്യം കേട്ട അതിന്റെ പ്രൈമറി ഓഡിയൻസ്, അതൊന്നും അഭിസംബോധിതം. അവരിങ്ങനെ അത് മനസ്സിലാക്കി. ഇതാണ് ദീനിന്റെ വിജ്ഞാനങ്ങൾ. ഈ ദീനിന്റെ വിജ്ഞാനം അന്വേഷിച്ച് ആരാണോ ഏതൊരു മാർഗത്തിലാണോ പ്രവേശിച്ചത്, അത് മുൻഗാമികളാണെങ്കിൽ മാസങ്ങളോളം മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും യാത്ര ചെയ്ത ദീർഘയാത്രകളാകാം. അറിവന്വേഷിച്ചവർ ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ച താണ്ടിയ വഴികളാകാം. അതല്ല, അറിവ് തേടി നമ്മൾ നടത്തുന്ന ഏതൊരു ചെറുതും വലുതുമായ യാത്രയാകാം. അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന മസ്ജിദുകളാകാം, സദസ്സുകളാകാം. എല്ലാം വ്യാപകാർത്ഥത്തിൽ ഹദീസിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്നാണ്. അള്ളാഹുവിന്റെ ദീൻ കേൾക്കാൻ, അത് പഠിക്കാൻ, അത് സ്വായത്തമാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരായി അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം തേടി എവിടെ നമ്മൾ പോയാൽ, എവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നതാണ്. അതിലൂടെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അമലുകൾ വേണം, സൽക്കർമ്മങ്ങൾ വേണം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ അറിവ് വേണം. അറിവില്ലാതെ ഒന്നും നമുക്ക് പ്രവർത്തനത്തിലെത്തുകയും. അതുകൊണ്ട് അറിവാണ് എല്ലാത്തിൻ്റെയും ആധാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷക്കാലം മദീനയിൽ, മക്കയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ തടിച്ചു കൂടുന്നിടത്തെല്ലാം, മുഖാവയിലും അതുപോലെ തന്നെ ഹജ്ജിന്റെ വേളയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന പ്രദേശങ്ങളിലുമെല്ലാം ഉയരമുള്ള ഇടങ്ങളിൽ അവിടുന്ന് കയറി നിന്ന് യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യരെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ. നിങ്ങളെ പടച്ച റബ്ബിന്റെ തൗഹീദ്, അവന്റെ ഏകത്വം പ്രഖ്യാപിക്കൂ. അവന് മാത്രം ആരാധനകൾ സമർപ്പിക്കുന്ന ഇസ്ലാമിന്റെ അടിത്തറയിലേക്ക്, ആദർശത്തിലേക്ക് നിങ്ങൾ വരുവാൻ നിങ്ങൾ വിജയിക്കും.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിളിച്ചു പറയാറുണ്ടായിരുന്നു, പ്രബോധനം ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നു. മദീനയിൽ എത്തിയതിനു ശേഷം അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ് സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക. അല്ലാഹുവിന്റെ റസൂലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ഇസ്ലാമിന്റെ അടിത്തറ താങ്കൾ പഠിക്കണം, താങ്കൾ അറിയണം. മദീനയിലെ പ്രബോധന, മക്കയിലെ പ്രബോധന കാലഘട്ടത്തിലുടനീളം റസൂൽ ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്, ഈ കലിമത്തു തൗഹീദിലേക്കാണ്. എന്നിട്ട് മദീനയിലേക്ക് അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നതിന് ശേഷം അല്ലാഹു പറയുന്നു, പഠിക്കണം. ഏതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് താങ്കൾ ക്ഷണിച്ചത്, ഏതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹിക്ക് വേണ്ടിയാണ് താങ്കൾ മദീനയിലേക്ക് ഹിജ്റ വന്നത്, അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് താങ്കൾ പഠിച്ചുകൊണ്ടേ. വസ്തഗ്ഫിർ ലിദംബിക. എന്നിട്ട് ആ റബ്ബിനോട് താങ്കൾ പാപമോചനം തേടണം, പഠിച്ചതിന് ശേഷം പ്രവർത്തിക്കണം എന്നതാണ് ഈ ഹദീസിലെ പാഠമെന്ന്, ഈ ആയത്തിലെ പാഠമെന്ന് ഇതിനെ വിശദീകരിക്കവേ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയും. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹ് ബുഖാരിയിൽ വാക്കിനും പ്രവർത്തിക്കും മുമ്പ് അറിവുണ്ടാകണം എന്നതിനെ തെളിവായി ഈ ആയത്ത് കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ, ഏത് പ്രവർത്തനവും ഏത് നന്മയും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതിന് കൃത്യമായ അറിവ് വേണം, പഠിക്കണം, ദീൻ എന്താണെന്ന് അറിയണം. സഹോദരങ്ങളെ, ദീനിന്റെ അറിവ് അന്വേഷിച്ച് നമ്മൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ നമുക്ക് ഹദീസിലേക്ക് തിരിച്ചു വരാം. അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്നാണ്. അറിവാണ് ആധാരം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തി മിൻ ബുയൂത്തില്ലാഹ്. ഏതൊരു സമൂഹമാണോ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ അവർ ഒരുമിച്ച് കൂടി, ഇതാ നമ്മൾ ഈ എത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തനം അതാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരു ഭവനത്തിൽ അള്ളാഹുവിനെ മാത്രം സുജൂദ് ചെയ്യുന്ന, അവന് മാത്രം ആരാധനകൾ അർപ്പിക്കുന്ന, അവന്റെ തൗഹീദിനാൽ സ്ഥാപിക്കപ്പെട്ട മസ്ജിദുകൾ, ആ മസ്ജിദിൽ ഒരു മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അങ്ങനെ ഒരുമിച്ച് കൂടുന്നവർ യത്ലൂന കിതാബ് അല്ലാഹ്, അവർ അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തന്നെ ഖുർആനിലൂടെ ആത്മസംസ്കരണം നേടാനുള്ള വഴികളെ കുറിച്ചാണ്. ആത്മസംസ്കരണം നേടിത്തരുന്ന ഖുർആനിന്റെ അധ്യാപനങ്ങളെ കുറിച്ചാണ്. അതെ, യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് അവർ പാരായണം ചെയ്യുന്നു, അത് ഓതി കേൾപ്പിക്കുന്നു. വയതദാറസൂനഹു ബൈനഹും, അതിലെ പാഠങ്ങൾ, അതിലെ സാരോപദേശങ്ങൾ പരസ്പരം കൈമാറുന്നു, ഉപദേശിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർക്ക് മേൽ സമാധാനം ഇറങ്ങും. സഹോദരങ്ങളെ, സമാധാനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? സ്വസ്ഥതയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? മനുഷ്യനാണോ സമാധാനം ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. ഏത് മതക്കാരനാകട്ടെ, ഏത് ആദർശമുള്ളവനാകട്ടെ, നോമ്പെടുക്കുന്നവനാകട്ടെ, എടുക്കാത്തവനാകട്ടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നവനാകട്ടെ, അനുസരിക്കാത്തവനാകട്ടെ, സമാധാനം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നന്മ അറിയിക്കാൻ അവിടുന്ന് നിയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിക്കുന്നു. സമാധാനം ലഭിക്കാനുള്ള മാർഗം, സമാധാനം വർഷിക്കാനുള്ള മാർഗം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ, അവന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ച് അതിലേക്ക് ക്ഷണിക്കുന്ന സ്ഥലങ്ങളിൽ, സദസ്സുകളിൽ നിങ്ങൾ സന്നിഹിതരാകും. അറിവന്വേഷിച്ച് നിങ്ങൾ സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് അടുത്തു വരും. ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവിടെ അള്ളാഹുവിന്റെ സമാധാനം അവൻ വർഷിക്കാതിരിക്കുകയില്ല. ഒന്ന്, ഈ സദസ്സിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും അറിയിക്കുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹു എന്നുള്ള സമാധാനം ഇവിടെയാണ്. അള്ളാഹു പറഞ്ഞില്ല, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരുകയില്ല. സമാധാനം ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം ഡിപ്രഷനും ആങ്സൈറ്റിയും ഉത്കണ്ഠയും ആദിയും വ്യാധിയും പരാധീനകളും വിഷമങ്ങളും ആശങ്കകളും എല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു ഒറ്റമൂല്യം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുന്ന സദസ്സാണ് സഹോദരങ്ങൾ ഈ സദസ്സ്. അള്ളാഹുവിന്റെ കലാം, അവന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന സദസ്സ്, സമാധാനം വർഷിക്കുന്ന സദസ്സാണ്. ഒന്ന്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗശിയതുഹുർ റഹ്മ,
അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിയും. ഈ സദസ്സിലുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിയുമെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ഒരു നന്മയും, അത് ഭൗതികമായതാകട്ടെ പാരത്രികമായതാകട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നന്മയും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഭയക്കുന്ന, നമുക്ക് അനിഷ്ടകരമാകുന്ന, നമ്മൾ വെറുക്കുന്ന ഒരു മുസീബത്തും, ഒരു തിന്മയും, ഒരു ഷർറും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അനുകൂലമായിട്ടില്ലെങ്കിൽ നമ്മിൽ നിന്ന് തടയപ്പെടുകയില്ല, നമ്മൾ അതിൽ നിന്ന് സുരക്ഷിതരാകുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഒരു ചെറുവിരൽ അനക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ മിടുപ്പ് ആരോഗ്യകരമായി തുടിച്ചുകൊണ്ടേയിരിക്കണമെങ്കിൽ, നമ്മൾ ഫലവത്തായ രൂപത്തിൽ നമുക്ക് ശ്വാസോച്ഛ്വാസം നേടണമെങ്കിൽ, സഹോദരങ്ങളെ, ഒന്നും വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരം മസ്ജിദിൽ വന്ന് നിസ്കരിക്കാൻ, ഈ പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ, ഒരു നന്മ ചെയ്യാൻ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ, ഒരു അൽഹംദുലില്ലാഹ് പറയാൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഹൃദയം തൊട്ട് നാവ് കൊണ്ട് ഉരിയാടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ, അവന്റെ കാരുണ്യമില്ലാതെ നമുക്ക് സാധിക്കില്ല. ഇനി നിങ്ങൾ ദുനിയാവാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഭാവി തലമുറക്കുള്ള സമ്പാദ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരെ സുരക്ഷിതരാക്കി, അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി സമാധാനത്തോടുകൂടി ഈ ദുനിയാവിനോട് വിട പറയാനാണ് ആഗ്രഹിക്കുന്നത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമുക്ക് അനുകൂലമായിട്ടില്ല. എന്തു നേടാനാണ് ദുനിയാവ്? ഒരു രൂപ നമുക്ക് അധികം ലഭിക്കുകയില്ല. നമ്മൾ ഭയക്കുന്ന എന്തൊരു പ്രതിസന്ധിയാകട്ടെ, നമ്മുടെ നാട്ടിൽ പല പ്രതിസന്ധികളും പല വെല്ലുവിളികളും വിശേഷിച്ച മുസ്ലിങ്ങൾ നേരിടാനിരിക്കുന്നു എന്ന ഭീതിയുടെ വിത്ത് വിതക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഭയക്കുന്ന, മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നീക്കണമെങ്കിൽ അവന്റെ കാരുണ്യം നമുക്ക് അനുകൂലമായാൽ അല്ലാതെ സാധിക്കുകയില്ല. കേൾക്കണമെന്നോ സദസ് ശ്രദ്ധിക്കണം കേട്ടോ. ആരും വരും, ചിലർ പോകും, അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സ്വഹാബത്ത് ഇരുന്നിരുന്നത്, അവരെ തലയിൽ പക്ഷി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കുമോ അങ്ങനെ ജാഗരൂകരായിട്ടാണ് അവിടെ ഇരുന്നിരുന്നവർ. ഞാൻ ഈ സദസ്സിന്റെ ഗൗരവം ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണമെന്നാണ്. ദുനിയാവിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന പോലെ, ഒരു കല്യാണ വീട്ടിൽ, ഒരു ഹൗസ് വാമിംഗ് സദസ്സിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും ഒരു ചടങ്ങിലേക്കോ ഫംഗ്ഷനിലേക്കോ പോകുന്ന പോലെ, അവിടെ ഇരിക്കുന്നത് പോലെ, അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ല ഇത്. അതോടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടാണ്, അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങുന്ന ഇടം, അള്ളാഹുവിന്റെ കാരുണ്യം അവൻ മൂടിപ്പൊതിയുന്ന ഇടം. നമ്മളത് വിശദീകരിച്ച് തീർന്നില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ ഗൗരവത്തോടെ ഇരിക്കണമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ നമ്മെ മൂടിപ്പൊടിയുന്ന സദസ്സാണിത്. മൂന്നാമതായി ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകൾ സംരക്ഷണ വലയം തീർക്കുന്ന സദസ്സാണ്. ഈ സദസ്സിന്റെ മൂന്നാമത്തെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു, അള്ളാഹുവിന്റെ മലക്കുകൾ ഈ സദസ്സിലുണ്ടാകും, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. തീർച്ചയാണ് ആ മലക്കുകൾ സംരക്ഷണ വലയം തീർക്കുന്ന സദസ്സാണ്. മലക്കുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. മലക്കുകൾ നമ്മൾ സംസാരിക്കുന്ന, ഉപദേശിക്കുന്ന ദീനിന്റെ സാരോപദേശങ്ങൾ അവർ താല്പര്യപൂർവ്വം, ഇഷ്ടപൂർവ്വം അവരെ കേൾക്കും. അള്ളാഹുവിൽ അവർ അതിന് സാക്ഷിയാവും. നമ്മുടെ ഈ പ്രവർത്തനത്തിന് നമുക്ക് വേണ്ടി അള്ളാഹുവിൽ അവർ സാക്ഷിയാവും. അതിനുമപ്പുറത്ത് നമ്മുടെ നന്മയുടെ ശേഖരങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇത് രേഖപ്പെടുത്തും നമുക്ക് വേണ്ടി. മലക്കുകൾ അള്ളാഹുവിന്റെ സൈന്യമാണ്, അള്ളാഹുവിന്റെ ജുന്ദാണ്, അള്ളാഹുവിന്റെ ആർമിയാണ്. ആ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഈ സദസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തീർക്കും. ബദറിൽ 300 ചില്ലാനം വരുന്ന സ്വഹാബത്ത് 3 ഇരട്ടി അംഗബലവും കായിക ബലവും ആയുധബലവും ഉള്ള ശത്രുക്കൾക്കെതിരെ വിജയം നേടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്നിറക്കിയ മലക്കുകൾ അവർക്കിടയിൽ
സാന്നിധ്യം അറിയിക്കുകയും മലക്കുകളുടെ സഹായം അള്ളാഹു ഇറക്കി കൊടുക്കും. മലക്കുകളാകുന്ന അള്ളാഹുവിൻ്റെ സൈന്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്കെതിരെ വിജയം നേടിക്കൊടുക്കാൻ മുസ്ലിമുകൾക്ക് കാരണം. ആ മലക്കുകൾ സദാ സാന്നിധ്യം അറിയിക്കുന്ന മലക്കുകളുടെ സംരക്ഷണമായി ഉണ്ടാകുന്ന സദസ്സാണ് ഈ സദസ്സ്. മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. വദക്കറഹുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവന്റെ സന്നിധിയിൽ, ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അള്ളാഹുവിന്റെ അർശിന് മുകളിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ, മലകുൽ അഅലയിൽ, ഉന്നതമായ ആകാശത്തിന്റെ ഏറ്റവും ഔന്നത്യമാകുന്ന പദവിയിൽ അള്ളാഹു ഭൂലോകത്തുള്ള പാപികളാകുന്ന, ദോഷികളാകുന്ന, എത്രയോ വർഷമായി, എത്രയോ കാലമായി അള്ളാഹുവിനെ ധിക്കരിച്ച് നന്ദികേട് പ്രവർത്തിച്ച് ഈ റമദാനിലും അള്ളാഹു നമുക്ക് അനുഗ്രഹമായി അവന്റെ അതിഥിയായി നമ്മിലേക്ക് പറഞ്ഞയച്ച റമദാനിന് ഈ ദിവസം വരെ പരമാവധി വേണ്ട രൂപത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ നന്ദി ചെയ്യാൻ പോലും പഠിച്ചു നിൽക്കുന്ന നമ്മെ, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപക്കറയും തൊട്ടു തീണ്ടാത്ത പാപസുരക്ഷിതരായ മലക്കുകൾക്കിടയിൽ അഭിമാനപൂർവ്വം നമ്മുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു. വദക്കറഹുല്ലാഹു ഫീമാ ഇൻദഹു. അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ അവന്റെ കലാം, പരിശുദ്ധ ഖുർആൻ, അവന്റെ ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സദസ്സുകളുടെ പ്രത്യേകതയാണ്. സഹോദരങ്ങളെ, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സദസ്സ്, ഇതിനേക്കാൾ മഹനീയമായ ഒരു സദസ്സ് മരിക്കുവോളം ഇലാ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നമുക്കിവിടെ ലഭിക്കും? നമ്മൾ പല സദസ്സിൽ പോയിട്ടുണ്ട്, പലയിടത്തും നമ്മൾ മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ടുണ്ട്. പല സദസ്സുകളും ഇതിനപ്പുറത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന, അല്ലെ, സംഗീതം, പൈശാചിക മന്ത്രങ്ങൾ അകപടി തീർക്കുന്ന DJ പാർട്ടി. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഗാനമേളയില്ലാത്തൊരു കല്യാണമല്ല മുസ്ലിം ഉമ്മത്തിന്റെ കല്യാണ പുരകൾ. ഹറാമായ കാഴ്ചകളും സംസാരങ്ങളും സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനങ്ങളും, 5 നേരത്തെ നിസ്കാരത്തിനും ബാങ്കുകൾ, കല്യാണം ഉണ്ടെങ്കിലും വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നിസ്കാരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തും ആരോഗ്യവും യുവത്വവും ചെറുപ്പവും സൗകര്യങ്ങളും വിവാഹമെന്ന മഹനീയമായ അനുഗ്രഹവും എല്ലാം അള്ളാഹുവിന് നന്ദികേട് കാണിക്കാൻ മാത്രം ഒഴിഞ്ഞു വെക്കുന്ന നന്ദികേടിന്റെ സദസ്സുകളിലല്ലാതെ ആയുസിരുന്നവരെ നമ്മൾ ഇത്തരം സദസ്സുകൾക്ക് വേണ്ടി എത്ര സമയം അള്ളാഹു നമ്മെ ഓർക്കുന്ന, അഭിമാനപൂർവ്വം മലക്കുകൾക്കിടയിൽ പരാമർശിക്കുന്ന, അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങുന്ന, അവന്റെ കാരുണ്യം കൊണ്ട് അവൻ മൂടിപ്പതിയുന്ന, അവന്റെ മലക്കുകൾ, അവന്റെ സൈന്യം സംരക്ഷണ വലയം തീർക്കുന്ന ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ ആയുസിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്ര സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകും? ഈ ചോദ്യം ആദ്യം എന്നോടാണ്. ഞാൻ ആരെയും ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നില്ല, ആദ്യം എന്നോടാണ്, എന്റെ നെഞ്ചത്ത് കിടക്കുന്ന ചോദ്യമാണ്. എത്ര സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? സത്യത്തിൽ ഇത് നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ നഷ്ടം എത്ര വലുതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ സദസ്സ് ചില്ലറ സദസ്സല്ല. ഇത് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ദീൻ പഠിപ്പിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാർ വരെ സങ്കടകരമെന്ന് പറയട്ടെ, ഇത്തരം സദസ്സുകളിലേക്ക്, അള്ളാഹിന്റെ മസ്ജിദുകളിൽ അള്ളാഹിന്റെ ദീൻ മാത്രം പറയുന്ന സദസ്സുകൾ, അള്ളാഹുവിലേക്ക്, അവന്റെ ഖുർആനിലേക്ക്, അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക്, മൊഴിമുത്തുകളിലേക്ക് ക്ഷണിക്കുന്ന ശരിയായ ദീൻ, സമാധാനവും കാരുണ്യവും സംരക്ഷണവും അള്ളാഹുവിലുള്ള അംഗീകാരവും ലഭിക്കുന്ന ശരിയായ നമ്മുടെ ജീവനായി, ജീവിതമായി നമ്മൾ അതിനായി ജീവിച്ചു മരിക്കേണ്ടുന്ന യഥാർത്ഥ ദീൻ, ഇത് പറയപ്പെടുന്ന, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി പൊടിയും തട്ടി മസ്ജിദും കൂട്ടി മുക്രിക്കാക്ക പോകാന്നല്ലാതെ അള്ളാഹുവിന്റെ മസ്ജിദുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള സ്മരണകൾ കൊണ്ട് നിറയുന്ന സജീവമാകുന്ന സദസ്സുകൾ കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്നു, ഇങ്ങനെ ഒരു സദസ്സ് ഈ മസ്ജിദ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ്, അല്ലെ? ഈ സദസ്സുകൾ ഇതൊരു തുടക്കമാണ്. ഇത് തുടക്കമാകട്ടെ. നമ്മൾ ഇത്തരം സദസ്സുകൾ നിരന്തരം സംഘടിപ്പിക്കാനും അതിനുവേണ്ടി ഒരുങ്ങാനും പങ്കെടുക്കാനും ശ്രദ്ധ കാണിക്കണമെന്ന് ഞാൻ ആദ്യമായി ഓർമ്മിപ്പിക്കട്ടെ. ഇത് ചില്ലറ ഞമ്മത്തല്ല. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മസ്ജിദും ഇങ്ങനെ ഒരു സദസ്സും ഇവിടെ ഒരുമിച്ച് കൂടാൻ, ഇവിടെ നോക്കും നിങ്ങൾ എത്ര മുസ്ലിമുകളുണ്ട് ഈ മസ്ജിദിന് ചുറ്റും. നോമ്പെടുക്കുന്ന റമദാനിൽ അള്ളാഹിനെ പഠിച്ച് ജീവിക്കും എത്ര ആളുകൾക്ക് കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നമുക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരം നൽകി. ഇത്
ഇത് ചില്ലറ കാര്യമല്ല. ഇതിന്റെ വലുപ്പവും ശ്രേഷ്ഠതയും ചില്ലറയല്ല. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായ ഹദീസുകളെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ആദ്യം സംസാരിച്ചത്. ഞാൻ പറഞ്ഞതല്ല, എന്റെ ബുദ്ധിയിൽ ഉദിച്ച, എന്റെ ഗവേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു തത്വമോ ഒരു സംഗതിയോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്ത് നിന്ന് വഹി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായി റബ്ബിൽ നിന്ന് നമുക്ക് കൈമാറിയ സന്ദേശമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സദസ്സിന്റെ വിലയും ഈ സദസ്സുകളിൽ ഇനി മരിക്കുവോളം പങ്കെടുക്കാനുള്ള താല്പര്യവും ഇതിനെ മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണമെന്നാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ള. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹദീസിന്റെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്ന മനോഹരമായ മറ്റൊരു തത്വമുണ്ട്. അതിങ്ങനെയാണ്: വമൻ ബത്തഅ ബിഹി അമലു ലം യുസ്രി ബിഹി നസബു. ആരാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പിന്നിലായത്, അവന്റെ തറവാട് കൊണ്ട് അവൻ മുന്നിലാകുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, നമ്മുടെ പ്രവർത്തനങ്ങൾ മഹനീയമാകണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മകളാകണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളാകണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ അല്ലാഹുവിനെ നാം കണ്ടുമുട്ടണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗം വെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അറിവുണ്ടാകണമെന്നുള്ളതാണ്. എന്താണ് നാം പ്രവർത്തിക്കേണ്ടത്, എന്തു പറയണം, എന്തു പറഞ്ഞുകൂടാ, എന്തു ചെയ്യണം, എന്തു ചെയ്തുകൂടാ, എന്തു കാണണം, എന്തു കണ്ടുകൂടാ, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ വസ്ത്രം ധരിച്ചുകൂടാ, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കാൻ പാടില്ല. ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന ആപാദചൂടമേങ്ങൾ, തലമുടി മുതൽ നഖത്തുമ്പ് വരെയുള്ള, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി ഉറക്കപ്പായിലേക്ക് മടങ്ങുന്നത് വരെ നിമിഷാർദ്ധങ്ങളിൽ നമ്മുടെ ശുചീകരണ മുറി, നമ്മുടെ ശൗചാലയങ്ങളിൽ, നമ്മുടെ കുളിയിൽ, നമ്മുടെ അംഗശുദ്ധീകരണങ്ങളിൽ, ഭാര്യാഭർത്താക്കന്മാരുടെ രഹസ്യവേളയിൽ, മക്കളുണ്ടായാൽ, സ്ത്രീകൾ അവർ അശുദ്ധി ബാധിക്കുന്ന ആർത്തവ പ്രസവ വേളയിൽ വരെ ഇത്രയും കൃത്യമായ, കണിശമായ, വ്യക്തമായ, സ്പഷ്ടമായ, കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുള്ള മറ്റേത് ദീനാണുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ഇസ്ലാമിനെ അടുത്തറിഞ്ഞിട്ടില്ല, നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് പോലും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ നിങ്ങൾ. അതുകൊണ്ട് അറിവ്, ഇസ്ലാമിന്റെ വിജ്ഞാനം, അതാണ് നമ്മുടെ സകല നന്മകൾക്കും. പാരത്രികമായ നന്മകൾ മാത്രമല്ല, ഭൗതികമായ. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സാമ്പത്തിക നയം പോലെ മനോഹരമായ, പ്രായോഗികമായ, സാർവകാലികവും പ്രസക്തവുമായ സാമ്പത്തിക നയങ്ങളും സാമ്പത്തിക ശാസ്ത്രങ്ങളുമുള്ള മറ്റേത് പ്രത്യയശാസ്ത്രമാണ്. രണ്ട് കാര്യങ്ങൾ മനുഷ്യരുടെ സാമ്പത്തിക രംഗം നേരെയാകാൻ രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാം കണിശമായി പഠിപ്പിച്ചത്. ഒന്ന്, ഒരു കാര്യം നിർബന്ധമാക്കി, അതെന്താണ്? സകാത്ത് നിർബന്ധമാക്കി. രണ്ട്, ഒരു സംഗതി വലിക്കുക, എന്താ വലിക്കുക? പലിശ വലിക്കുക. അർഹതയുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക്, സമൂഹത്തിലെ താഴേക്കടയിലുള്ളവർക്ക്, സമ്പന്നർ അവരുടെ സമ്പത്തിന്റെ വിഹിതത്തിൽ നിന്നൊരു 2.5% വർഷാവർഷം അർഹതപ്പെട്ടവർക്ക് നൽകുകയും പാവപ്പെട്ടവരിൽ നിന്ന്, സാമ്പത്തികമായി ശേഷി കുറഞ്ഞവരിൽ നിന്ന് അന്യായമായി പിരിച്ചെടുക്കുന്ന ഈ പലിശ സമ്പ്രദായങ്ങൾ നിർത്തപ്പെടുകയും ചെയ്താൽ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ സകാത്തിന് അവകാശികളില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്ത് സമ്പത്തിൽ വിരാജിച്ച പോലെ ചരിത്രം കുറിക്കാൻ ഈ ലോകത്തിന് സാധിക്കും. രണ്ട് കാര്യങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ചു. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കാരണം ഇത് റബ്ബിന്റെ ദീനാണ്, അള്ളാഹു ആകാശത്ത് നിന്ന് വഹിയായി ഇറക്കിയ ദീനാണ്. കുടുംബരംഗത്ത് ഇന്ന് കുടുംബരംഗം ശിഥിലമാണ്. മാതാപിതാക്കളെ ഗൗനിക്കാത്ത, പ്രായമായിട്ടും ദുർബലരായിട്ടും ഒരു പുരുഷായുസ് മുഴുവൻ ചോര നീരാക്കി വിയർപ്പൊഴുക്കി പ്രവാസ ലോകത്ത് നിന്ന് മക്കൾക്ക് വേണ്ടതെല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് പകുത്തു നൽകിയ തന്റെ പിതാവ്, തന്റെ വീട്ടിലെ മുതിർന്നവർ രോഗിയായി അവശരായി വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അവരോട് കാരുണ്യത്തോടെ ഒരു നോട്ടം നോക്കാൻ പോകും. സംസാരിക്കുന്നതിനപ്പുറത്ത് അവരുമായി സമയം ചെലവഴിക്കുന്ന കാരുണ്യത്തോടെ ഒരു നോട്ടം പോലും കിട്ടാക്കലിയാകുന്ന നൂതൻ കാലഘട്ടത്തിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളോട് ഛേ
എന്നൊരു നീരസത്തിന്റെ ചെറിയ വാക്കുപോലും ലാഞ്ചന പോലും അരുത് എന്ന് വിലക്കിയ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം, ലോകരുടെ റബ്ബിന്റെ സംസാരമാണ്. മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കും നിങ്ങൾ. വിനയത്തിന്റെയും കാരുണ്യത്തിന്റെയും പതിത്വത്തിന്റെയും ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കും. നിങ്ങൾ താഴ്ത്തി കൊടുക്കുന്ന കാരുണ്യത്തിന്റെ ചിറകിന് മേൽ അവർ കയറി വിഹരിക്കട്ടെ. അവരോട് കാരുണ്യത്തിൽ പെരുമാറും. ചെറുപ്പത്തിൽ എനിക്ക് കാരുണ്യവും വാത്സല്യവും പകർന്നു തന്നതുപോലെ റബ്ബേ, വാർദ്ധക്യത്തിൽ എന്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം പകരണമേ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. ഏത് രംഗത്താണ് ഇങ്ങനെ പറയാൻ നമ്മുടെ വിഷയങ്ങൾ ഒരുപാട് മാറിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനമാണ് സർവ്വ നന്മകളും. അത് ഭൗതികമായതാകട്ടെ, പാരിത്രികമായ കച്ചവടം ചെയ്യുന്നവരുണ്ടാവും, ഈ കൂട്ടത്തിൽ ബിസിനസ്സുകാരുണ്ടാവും. ഇസ്ലാമിന്റെ കച്ചവട നിയമങ്ങൾ എത്ര മനോഹരമാണ്, എത്ര സമ്മോഹനമാണ്. കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ നിർബന്ധമാണ് കച്ചവടത്തിന്റെ ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കുന്നത്, നിർബന്ധമാണ്. നിസ്കരിക്കുന്ന മുസ്ലിമിന് നിർബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കുന്ന നിർബന്ധമാണ്. നോമ്പെടുക്കുന്നവന് നോമ്പിനെ കുറിച്ച് പഠിക്കുന്ന നിർബന്ധമായതുപോലെ അതിനേക്കാളെല്ലാം ഉപരി നാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന ഇസ്ലാമിന്റെ വിജ്ഞാനമാണ് നമ്മെ പടച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? എന്താണ് അവന്റെ ഉത്കൃഷ്ടങ്ങളായ ഉന്നതങ്ങളായ വിശേഷണം? അവൻ എണ്ണമറ്റ നാമങ്ങളുണ്ട്, മനോഹരമായ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന എന്ന് നമ്മൾ പറയുന്ന അവന്റെ നാമങ്ങൾ, അതറിയിക്കുന്ന ഉന്നതമായ വിശേഷണങ്ങൾ. അതിലൂടെ അവൻ നമ്മെ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ ആ റബ്ബിനെ നമുക്ക് വിവരിച്ചു നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിക്കേണ്ടുന്ന വിജ്ഞാനങ്ങൾ നിർബന്ധമായ റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. ആ റബ്ബിലേക്ക് നമ്മെ നയിച്ച മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ റോൾ മോഡലാണ് അവിടെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയാണ്. നമ്മുടെ മാതൃകാ പുരുഷനും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറ അല്ലാഹ കസീറ. അല്ലാഹുവിനെയും ഖിയാമത്ത് നാളിനെയും അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്നും ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നു ഈമാനുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുള്ള മുസ്ലിമീങ്ങൾക്ക് മാതൃക അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിക്കുന്ന മഹത്തായ അടിത്തറയാണ്. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സത്യത്തിൽ നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ച കലിമത്തു ഷഹാദയാണ്. ഇസ്ലാമിന് പുറത്തുള്ളവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ഈ കലിമത്തു ഷഹാദ അവർ അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം നെഞ്ചേറ്റൂരിവിട. എന്നിട്ട് അവർ ഇസ്ലാമിനെ പുൽക്കണം. നമുക്കറിയാം, ഇതിനപ്പുറത്ത് ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമത്തേതാണ് രണ്ട് ഷഹാദത്ത് കലിമാണ്. എന്നതിനപ്പുറത്ത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ ആത്മാവും ജീവനും നമ്മളിൽ പലരും അധിക പേര് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ വരെ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് എന്ന് ചൊല്ലി പഠിക്കുന്നു. ഒന്നാമത്തെ എന്താ ഇസ്ലാം കാര്യങ്ങൾ? ഒന്നാമത്തെ രണ്ട് ഷഹാദത്ത് കലിമകൾ. ഈ ന്യൂജൻ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. കാരണം കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടാൻ കഴിയാണ്. പറഞ്ഞേക്കുന്ന മദ്രസകളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം അല്ലാഹു അഅലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ സാന്ദ്രമായി നമ്മുടെ ചെറിയ മക്കളെ ചെറുപ്പത്തിലെ ചെടി നട്ടു വളർത്തുന്നത് പോലെ അവരുടെ ഹൃദയത്തിലും അവരുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും ഇസ്ലാം ദീനിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകളുടെ കുട്ടിക്കാലത്തെ ബാല്യകാലത്തെ സംസ്കാരമോ ചർച്ചയോ ചിന്തയോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ നയങ്ങളോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. കാലഘട്ടം അത്രയും മലീമസമാണ്. സ്കൂളുകളിലൂടെ, കരിക്കുലത്തിലൂടെ, വിദ്യാഭ്യാസ രംഗങ്ങളിലൂടെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത് നിരീശ്വരവാദവും നിർമ്മതവാദവും അനിസ്ലാമികതയും ഇസ്ലാമിനോടുള്ള വെറുപ്പും വിരോധവുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണകൂടം ആ ചിന്തകളെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഭരണകൂടമാണ്. ഇതാർക്ക് ധരിച്ചാലും ധരിച്ചില്ലെങ്കിൽ ശരി, യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാം.
സത്യസന്ധമായ നിഷ്പക്ഷമായി വിലയിരുത്താം. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ, മക്കളുള്ളവർ, നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, നിങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ദീനിയായ ആത്മീയമായ നിലവാരമല്ല ഇക്കാലഘട്ടത്തിലെ ന്യൂജൻ മക്കൾക്ക്. നിങ്ങളത് പരിശോധിച്ചു നോക്കും. എത്രയോ കാലം അവർ വിദൂരമായി ദീനിൽ അകന്നു പോയിട്ടുണ്ട്. എന്താണ് കാരണം? ആ രംഗത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ദീനിന്റെ പ്രാഥമിക ബാലപാഠങ്ങൾ പോലും നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ്, നമ്മൾ എത്ര അശ്രദ്ധയിലാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രായപൂർത്തിയോടടുത്ത് അല്ലെങ്കിൽ 10 വയസ്സിനോടടുത്ത് പ്രായം. ആ പ്രായം മാത്രമുള്ളപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്രയാണ്. വാഹനം മൃഗത്തിന് പുറകിലിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു, നീ കേൾക്കണം. കുട്ടിയെ വിളിച്ച് റസൂൽ ഉപദേശിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാഗൂതം അദ്ദേഹത്തിന്റെ ഖൽബും കാതും കൂർപ്പിച്ചു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്ഫദില്ലാഹ യഹ്ഫദ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ മക്കൾ ഒരിക്കൽ പോലും, ചിലപ്പോൾ മുസ്ലിം ഉമ്മത്തിലെ മക്കളെ കുറിച്ച് ഞാൻ പറയും, ഒരിക്കൽ പോലും തങ്ങളുടെ വേണ്ടപ്പെട്ട, തങ്ങൾക്ക് ഇനി ചെലവിന് തരുന്ന രക്ഷിതാക്കളിൽ നിന്ന് ഒരിക്കൽ പോലും അവർ കേൾക്കാത്ത വാചകങ്ങളായിരിക്കാം ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ, ചെറിയ കുട്ടികളെ എങ്ങനെ തർബിയത്ത് കൊടുക്കണം, അവരെങ്ങനെ പാരന്റ് ചെയ്യണമെന്ന് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളാണ്. പൊന്നുമോനെ, നീ കേൾക്കണം, യഹ്ഫദില്ലാഹ യഹ്ഫദ്. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നീ അല്ലാഹുവിനെ പേടിക്കണേ, നീ അല്ലാഹുവിനെ ഭയക്കണേ, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. ആരില്ലെങ്കിലും യഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വീണ്ടും ആവർത്തിക്കണം, തജിദ്ഹു തുജാഹ. നിനക്ക് സഹായമായി, സംരക്ഷണമായി, കാരുണ്യമായി, വെളിച്ചമായി, പ്രകാശമായി സർവരംഗങ്ങളിൽ അല്ലാഹുവിനെ നിനക്ക് മുന്നിൽ കണ്ടെത്താം. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സംരക്ഷണവും കാവലവും തൗഫീഖും റഹ്മത്തുമെല്ലാം അനുകൂലമാകുമെന്ന് ചൊല്ലുന്നു. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ സർവരംഗങ്ങളിലും അല്ലാഹുവിന്റെ സഹായവും സംരക്ഷണവും നിനക്ക് മുന്നിൽ കണ്ടെത്താം. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വാചകം. മൂന്നാമതായി പഠിപ്പിച്ചു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്. മോനെ, നീ ചോദിക്കുകയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നീ തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക. ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ്. നിന്റെ പ്രാർത്ഥനകളും സഹായത്തേട്ടങ്ങളും നിന്റെ ആരാധനകളും നേർച്ചയും വഴിപാടും എല്ലാം അല്ലാഹുവിന് മാത്രം. ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക. നോക്കൂ നിങ്ങൾ, ചെറുപ്രായത്തിലെ അല്ലാഹുവിലുള്ള ഈമാൻ, തൗഹീദ് കുട്ടികളുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടുപിടിപ്പിക്കുക. എന്നിട്ട് അവസാനം പഠിപ്പിക്കുന്നു, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക. മഹത്തായ വാചകങ്ങളാണ്. അറിയണം മോനെ, ഈ സമൂഹം ഒന്നടങ്കം, നീയല്ലാത്ത എല്ലാവരും ഉണ്ടാകുന്നത്, നീയല്ലാത്ത സർവ്വ മനുഷ്യരും നിനക്കൊരു നന്മ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടു, നിന്നെ സഹായിക്കാൻ ഒരുങ്ങി തിരിച്ചു. അള്ളാഹു നിനക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയ നന്മയല്ലാതെ നിനക്ക് നന്മയായി ഭവിക്കുകയില്ല. അത് നേടിത്തരാൻ സമൂഹം, ലോകത്തെ സർവ്വജനങ്ങളും, നീയല്ലാത്ത എല്ലാവരും അപ്പുറത്തും നിന്നെ സഹായിക്കാൻ, നിനക്കൊരു നന്മ നേടിത്തരാൻ അവരൊരുങ്ങി പുറപ്പെട്ടു. അള്ളാഹു നിനക്ക് അനുകൂലമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതേ നിനക്ക് ലഭിക്കുള്ളൂ. ഏതാണ് ആ വിശ്വാസം? ഏതാണ് ആ വിശ്വാസം? ഇനി നേരെ തിരിച്ചു, ഈ സമൂഹം ഒന്നടങ്കം, നീയല്ലാത്ത സർവ്വജനങ്ങളും അപ്പുറത്ത് നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. അള്ളാഹു നിനക്ക് പ്രതികൂലമായി സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തിയതല്ലാതെ നിനക്കൊരു ഉപദ്രവവും അവർ ഏൽപ്പിക്കുകയില്ല. അല്ല രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ. ആരൊക്കെ തടിച്ചുകൂടിയ, ഭരണകൂടമെതിരാകട്ടെ, കാലഘട്ടമെതിരാകട്ടെ, സമൂഹമെതിരാകട്ടെ, അല്ല നാം മാത്രം ഒറ്റപ്പെട്ടു. നന്മയിൽ, നീതിയിൽ, ന്യായത്തിൽ, ഹക്കിൽ, ശരിയായ മാർഗത്തിൽ നമ്മൾ മാത്രം തനിച്ച് സർവ്വമപ്പുറത്ത്
നമ്മുടെ രോഗത്തിന് അവർക്ക് പോരേൽപ്പിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു നമുക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ. ഇതാരെയാണ് പഠിപ്പിക്കുന്നത്? ചെറിയ കുട്ടിയെ, ചെറുപ്രായത്തിൽ പ്രായപൂർത്തിയാകാത്ത മക്കളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്ന ഉപദേശമാണ്. ഇങ്ങനെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം നൽകുന്ന എത്ര മദ്രസയുണ്ട് നമ്മുടെ നാട്ടിൽ? ഇങ്ങനെ മക്കൾക്ക് ദീനിന്റെ സാരോപദേശങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ഇസ്ലാമിന്റെ അടിത്തറ, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ ഓതി കൊടുക്കുന്ന എത്ര മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കളുണ്ട് ഇവിടെ? അത് ഞാൻ പറഞ്ഞ ആധുനിക കാലഘട്ടത്തിലെ മക്കൾക്ക് കിട്ടാക്കനിയാകുന്ന ഉപദേശങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴിമുത്തുകളിലൂടെ, ഹദീസുകളിലൂടെ നമ്മുടെ വിരൽത്തുമ്പിൽ സമ്പന്നമാണ് ഈ വചനങ്ങൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് ദീൻ പഠിക്കുക. ദീൻ പഠിച്ചുള്ള പ്രവർത്തനമല്ലാതെ പരലോകത്തോ ദുനിയാവിലോ, ഞാൻ അടിവരയിട്ട് പറയുന്നത്, അതിപ്പോ ഉസ്താദേ ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? പരലോകത്തെ ശരിയാണ്, നിങ്ങൾ സ്വർഗത്തിൽ അത് നമുക്ക് മുതൽ കൂട്ടാവും, നമുക്ക് നന്മയുടെ തുലാസിൽ കനന്തോ, അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വിചാരിച്ചു പോകരുത്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വിജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ളവർ അവർക്ക് ഈ ഇഹലോകത്തും നാളെ ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ ഉയർത്തി നൽകുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എമ്പാടും ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരു ഹദീസ് ആ വിഷയത്തിൽ ഞാൻ കൂടി കേൾപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുള്ളത് അവൻ അല്ലാഹു ദീനിൽ അവഗാഹം നൽകുമെന്നാണ്. സഹോദരങ്ങളെ, നന്മയുടെ അളവുകൾ എന്താണ്? നന്മ ലഭിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന മാനദണ്ഡം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കാം. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ വലിയ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അവനെ വലിയ ആരോഗ്യ ദൃഢഗാത്രനാക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അവൻ വലിയ സൗന്ദര്യവാനാകുമെന്ന് പറഞ്ഞിട്ടില്ല, അവൻ അറിയപ്പെട്ട തറവാട്ടിൽ ജനിക്കുന്നവനാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നുമല്ല പറഞ്ഞത്, അവന് ദീനിൽ അവഗാഹം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ ഹദീസിന് ഒരു മറുവശം, ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടില്ലേ അവന് ദീനിൽ ഒരു വിവരം ഉണ്ടാവില്ല. ദീനിൽ എത്രത്തോളം അവഗാഹവും വിവരവും അറിവും കുറയുന്നു അത്രത്തോളം അല്ലാഹു അവനിൽ നിന്ന് നന്മയെ തടഞ്ഞു വെച്ചു എന്നാണ്. സഹോദരങ്ങളെ, ഭൗതികമായ മാനദണ്ഡങ്ങൾ ഒന്നുമല്ല. അല്ലാഹുവിന്റെ ദീൻ അതിലുള്ള കൃത്യമായ ഓതന്റിക്കായ ആരെങ്കിലും ഉണ്ടെങ്കിലും അതൊന്നും കേട്ട് അവരുടെ വായിൽ തോന്നിയതെല്ലാം ദീനായി മൈക്കിന് മുമ്പിൽ നാലാളുകൾക്ക് മുമ്പിൽ വിളമ്പുന്നതല്ല ദീൻ. ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ വിപ്ലവത്തിൽ ആളുകൾ ദീനായി സംസാരിക്കുന്നതെല്ലാം ദീനാണ് നമ്മൾ മനസ്സിലാക്കി. ഓതന്റിക്കായ തെളിവുകൾ സഹിതം നമുക്ക് ദീൻ പകർന്നു നൽകുന്നവരെ ആത്മാർത്ഥതയും നിഷ്പക്ഷതയും മുൻവിധിയുമില്ലാതെ അന്വേഷിക്കാൻ കണ്ടെത്താൻ സാധിക്കും. തെളിവുകൾ കൊണ്ട് ദീൻ സംസാരിക്കുന്നതായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ നമുക്കുണ്ടാകും, അത് വായിച്ചെടുക്കാൻ സാധിക്കും തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നമുക്കത് കാണാം. ഓതന്റിക്കായ ഹദീസുകൾ ഇത് വായിച്ചെടുക്കാം. തീർന്നോ? ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്. ഇതെല്ലാവരും പറയുന്നതാണ്, എല്ലാവരും ഖുർആൻ ഹദീസാണ് പറയുന്നത് എന്ന് അവകാശപ്പെടുന്നവരാണ്. പക്ഷേ ഖുർആനും ഹദീസും കൊണ്ട് യഥാർത്ഥ ദീൻ പറയുന്നവരാണ്. ആർക്കറിയാം എന്റെ ഉത്തരം? എല്ലാ ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന സർവ്വവിഭാഗങ്ങളും ഗ്രൂപ്പും സംഘടനയും കക്ഷികളും എല്ലാവരും ഖുർആൻ സുന്നത്ത് തന്നെയാണ് പറയുന്നതാണ് അവകാശപ്പെടുന്നത്. പക്ഷെ അതിൽ യഥാർത്ഥ കറകളഞ്ഞ ദീനിനെ നമുക്ക് എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഒറ്റമൂല്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമൂഹം, മുസ്ലിം ഉമ്മത്ത്, നമ്മൾ ഒരുപാട് കേട്ട് തറപ്പിച്ച ഹദീസാണ്. 73 കക്ഷികളായി പിരിയും. ജൂത നസാറാക്കൾ 71 72 കക്ഷികളായി പിരിയുമെങ്കിൽ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിമീങ്ങളല്ല, മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം നാമധാരികൾ 73 വിഭാഗങ്ങളായി ഭിന്നിക്കും. ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കുല്ലുഹും ഫിന്നാർ, അവരിൽ സർവ്വരും നരകത്തിലായിരിക്കും. ലോകത്ത് ഇല്ല മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് റസൂലേ ആ വിഭാഗം? മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിക്കുന്ന 73 വിഭാഗങ്ങളിൽ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാചകം, ഒരൊറ്റ വിശേഷണം, മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളാകുന്ന നിങ്ങളും ഇന്ന് 6ാം നൂറ്റാണ്ട്
1400 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹിയും സ്വഹാബത്തും നിലകൊണ്ട ഇസ്ലാമിന്റെ തനതായ പാരമ്പര്യമുണ്ടല്ലോ, ശരിയായ കറകളഞ്ഞ ദീൻ. ഈ മാർഗത്തിൽ ഇന്ന് നിങ്ങൾ നിലകൊള്ളേണ്ടതുപോലെ എന്നും നിലകൊള്ളുന്നു ഇലയൊക്കെയാണ് അവരാണ് രക്ഷപ്പെടുന്നത്. അപ്പൊ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനാദ്യം കേട്ട പ്രൈമർ എന്തുകൊണ്ട് ഇവർ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അവർ നിലകൊണ്ടതുപോലെ നിലകൊള്ളണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഖുർആനും ഹദീസും ആകാശ ലോകത്ത് വഹിയായി ഇറങ്ങിയ സമയത്ത് ജീവിച്ചിരുന്നവർ അവർക്ക് നേർക്കുനേരെ അതിന് കേട്ടാൽ പ്രൈമറി ഓഡിയൻസ് അവരാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിലാക്കലിനും അവരുടെ അവഗാഹത്തിനും അവരുടെ വിജ്ഞാനത്തിനും ആധികാരികതയും അതായിരിക്കും ഏറ്റവും ശരി. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അതാണ്. ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഉത്തമ തലമുറ എന്റെ തലമുറ ആരാണ്? സ്വഹാബത്ത്. പിന്നെ അവർക്ക് ശേഷം വരുന്ന താബിഈങ്ങൾ, സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചവർ. പിന്നെ അവർക്ക് ശേഷം വരുന്ന താബിഈങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവർ. പിന്നെ റസൂലുള്ളാഹിന്റെ ഇല്ല. ഈ 3 തലമുറകൾ സ്വഹാബത്ത് അവരാണ് പ്രൈമറി ഓഡിയൻസ്. റസൂലുള്ളാഹിൽ നേർക്ക് നേരെ ദീൻ കേട്ട് പഠിച്ചത്. പിന്നെ സ്വഹാബത്തിൽ നിന്ന് റസൂലുള്ളാഹിൽ ദീൻ കേട്ട് പഠിച്ച, സ്വഹാബത്തിൽ നിന്ന് ദീൻ കേട്ട് പഠിച്ച താബിഈങ്ങൾ, അവരിൽ നിന്ന് പഠിച്ച താബിഈൻ. ഈ 3 തലമുറകൾ ഇവരെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദം ഉപയോഗിച്ച് സലഫുകൾ എന്ന് പറയുന്നത്. സലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം. സ്വഹാബത്ത്, താബിഈങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന മാർഗ്ഗമാണ് സലഫിയത്ത്. അതിൽ കക്ഷിയുടെയോ ഗ്രൂപ്പിന്റെയോ സംഘടനയുടെയോ പേരല്ല, മറിച്ച് ആ മാർഗത്തിന്റെ പേരാണ്, കറകളഞ്ഞ ഇസ്ലാമിന്റെ പേര്. ആ സലഫിയത്ത് എന്ന മെത്തഡോളജി അത് ഇസ്മല്ല. പല ആളുകളും ഈ മാർഗത്തെ സലഫിയത്തിനെ സലഫിസം എന്ന് പറയും. ഇസം എന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. സലഫിയത്ത് എന്നത് ഇസമല്ല, മനുഷ്യ നിർമ്മിതിയല്ല, മറിച്ചത് അള്ളാഹുവിൽ നിന്നുള്ള ശരിയായ ഇസ്ലാം ദീനിന്റെ യഥാർത്ഥ സന്ദേശമാണ്. സ്വഹാബത്തും താബിഈങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൈമാറിയ ദീനനുസരിച്ച് നിലകൊള്ളുന്ന മെത്തഡോളജിയാണ് സലഫിയത്ത്. ആ മാർഗത്തെ പിൻപറ്റുന്നവരെയാണ് സലഫികൾ എന്ന് പറയുക. അതൊരു വിഭാഗത്തിന്റെയോ സംഘടനയോ ഗ്രൂപ്പിന്റെയോ പേരല്ല, അല്ലേ. ഇതെല്ലാം മുസ്ലിമീങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വിശാലമായ ഇസ്ലാമിന്റെ തനതായ 14 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള മാർഗമാണ്. ഇതാണ് യഥാർത്ഥ സുന്നിയത്ത്, ഇതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഇതാണ് യഥാർത്ഥ ഇസ്ലാം. ഇതിന് നിങ്ങൾ എന്തു പേരിട്ട് വിളിച്ചോളൂ, ഇതാണ് യഥാർത്ഥ മാർഗം. അതിന്റെ വിശേഷണമാണ് സലഫിയത്ത് അല്ലെങ്കിൽ സലഫി എന്നൊക്കെ പറയുന്നത്. സഹോദരങ്ങളെ, ഇതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നിങ്ങൾ ആരെയും കൂടെ ചേരുകയോ ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പറാകുകയോ മെമ്പർഷിപ്പ് എടുക്കുകയോ ഒന്നും ചെയ്യണമെന്നല്ല നമ്മൾ പറയാം. ഈ മാർഗം ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടിയുള്ള തേട്ടത്തിൽ മുൻവിധിയില്ലാതെ നിഷ്പക്ഷമായി ഓതന്റിക്കായി നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ പഠിക്കൂ. എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആരാണോ മാർഗത്തിലുള്ളത് അവരോടൊപ്പം നമ്മൾ യോജിക്കും, സംശയമില്ല. സ്വർഗത്തിലും അവരോടൊപ്പം നമ്മൾ ഒരുമിക്കും ഇൻഷാ അല്ലാഹ്. അവർ അമ്പിയാക്കളും മുർസലീങ്ങളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സലഫു സ്വാലിഹീങ്ങളും എല്ലാം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ അറിവ് നേടിയുള്ള പ്രവർത്തനമാണോ അവനെ പിന്നിലാക്കിയത്, ലം യുസ്രിഅ ബിഹി നസബു, അവന്റെ പാരമ്പര്യമോ കുലമഹിമയോ തറവാടോ ഒന്നും അവനെ മുന്നിലാക്കുകയില്ല. ഇതിപ്പോ നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്ന ആദ്യ ദിവസം മുതൽ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. അൽ-മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മുടെ അടുത്ത മരണം. അതിന്റെ ആദ്യ രുചി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാവും. ഇവിടെ നമുക്കിതൊരു കേട്ട് തഴപ്പിച്ച പഴഞ്ചൻ ആദർശമായും അതല്ലെങ്കിൽ നാട്ടിലെല്ലാവരും പറയുന്ന അവകാശവാദമായൊക്കെ തോന്നും. പക്ഷെ സഹോദരങ്ങളെ, നമ്മുടെ യഥാർത്ഥ ഞാൻ ഈ പറഞ്ഞ നിലവാരത്തിൽ അറിവന്വേഷിച്ച് നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ മുന്നിലെത്തിയാലല്ലാതെ ഒന്നും പരലോകനാണ് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഇന്ന് മരിച്ചാൽ നമ്മുടെ ഖബറിൽ നമുക്കൊന്നും ഒരു ചുക്കും നേടിത്തരികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തിരിച്ചറിയാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ പരിചയപ്പെടുത്തിയത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് വായിക്കാം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. ഹുദൽ ലിന്നാസ്, അത് മുസ്ലിമീങ്ങൾക്കെന്നല്ല, അറബികൾക്കെന്നല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കെന്നല്ല, ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും
നാനാ രാജ്യങ്ങളിലും നാനാ ജാതികളിലും നാനാ വർഗദേശങ്ങളിലുമുള്ള സർവ്വ മനുഷ്യർക്കും, ഏതു ഭാഷ സംസാരിക്കുന്നവരും, ആണിനും പെണ്ണിനും കുട്ടിക്കും പുരുഷനും വൃദ്ധർക്കും യുവാക്കൾക്കും സർവ്വ മനുഷ്യർക്കും ഹുദൻ സന്മാർഗമാണത് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു എന്നുള്ള സന്മാർഗദർശനം. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്താണ് സന്മാർഗദർശനമെന്ന് കൃത്യമായ തെളിവുകൾ സമ്പന്നമായി അലങ്കരിക്കപ്പെട്ട വിശദീകരണങ്ങൾ കൊണ്ട് സത്യവും അസത്യവും വിവച്ഛേദിച്ച് വിവരിച്ചു നൽകുന്ന എന്താണ് നീതി, എന്താണ് അനീതി, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ഗുണം, എന്താണ് ദോഷം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്തു പറയണം, എന്തു പറഞ്ഞുകൂടാ, എന്തു പ്രവർത്തിക്കണം, എന്തു പ്രവർത്തിച്ചുകൂടാ, കൃത്യമായ സന്മാർഗ ദർശനങ്ങളുടെ വിവരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവുകൾ സഹിതം മാനവരാശിക്കകിലവും സന്മാർഗമായി ഇറക്കിയ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. ഫമൻ ശഹിദ മിൻകും അശ്ശഹർ ഫല്യസും. ആര് ഈ മാസത്തിൽ സന്നിഹിതനാകും, ആരോഗ്യത്തോടെ അവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് അല്ലാഹു തുറന്നു പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ റമളാനുമായിട്ടുള്ള ബന്ധം അഭേദ്യമാണ്. റമളാൻ മാസത്തിൽ അല്ലാഹുവിനോട് അടുക്കാൻ താല്പര്യപ്പെടുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാതെ അവർക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമില്ല. നോമ്പുകാരൻ പരിശുദ്ധ ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത നിസ്കാരമല്ല. സുന്നത്താകട്ടെ ഫർളാകട്ടെ, ഏതു നിസ്കാരത്തിലാണ്, ഏതു റക്അത്തിലാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതെ ഒരു നിസ്കാരം ഒരു റക്അത്തുള്ളത്? ഐച്ഛികമാകട്ടെ നിർബന്ധമാകട്ടെ, സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത നിസ്കാരമില്ല. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിന്റെ രഹസ്യമാണ്. കേൾക്കണം നിങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ ആകത്തുകയാണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ എന്നാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പേര്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ രഹസ്യമാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലെ മറ്റു 113 സൂറത്തുകളിൽ 6000-ൽ പരം ആയത്തുകളുമായി ആശയപരമായി നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ നിങ്ങൾ എടുക്കുക. ഓരോ ആയത്തുകളെയും പരിശുദ്ധ ഖുർആനിലെ 113 മറ്റു സൂറത്തുകളിലെ 6000-ൽ പരം ആയത്തുകളുമായി നമുക്ക് ആശയപരമായി ബന്ധിപ്പിക്കാൻ പറ്റും. സൂറത്തുൽ ഫാത്തിഹ അല്ലാത്ത ഏത് സൂറത്തുകളും നിങ്ങൾ എടുക്കും, അതിലേതായിട്ടും സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തിലേക്ക് ആശയപരമായി ആയത്തുകളെ ബന്ധിപ്പിക്കാൻ സാധിക്കും. കാരണം പരിശുദ്ധ ഖുർആനിന്റെ രഹസ്യവും പരിശുദ്ധ ഖുർആനിന്റെ ബ്രീഫുമാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്അത്തുകളിലും ഒരു മുസ്ലിം ഇത്രമേൽ ആവർത്തിക്കുന്ന മറ്റൊരു സൂറത്തില്ല. എന്തുകൊണ്ടാണത്? സൂറത്തുൽ ഫാത്തിഹയുടെ ആശയ പ്രപഞ്ചം, അതിന്റെ രഹസ്യം അത്ഭുതമാണ്. ഈ സൂറത്തുൽ ഫാത്തിഹ വരെ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് അതിന്റെ അർത്ഥം? ഈ അർത്ഥം പോലും മുസ്ലിം ഉമ്മത്തിന് ശരിക്കും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് ദീനിന്റെ ആകത്തുള്ള ഇബാദത്തും ഇസ്തിആനത്തും. അല്ലാഹുവിന് മാത്രം ആരാധനകളും നന്മകളും അർപ്പിക്കുക, അതിന് അല്ലാഹുവിനോട് സഹായം തേടി പ്രവർത്തിക്കുക. ഇതാണ് ദീനിന്റെ 2 ഉപാധികൾ. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ സാമാന്യം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം, ലളിതമായി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഇസ്തിആദ നിർവഹിച്ച് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ട പിശാചിൽ നിന്ന് മനുഷ്യനെ ഖുർആനിൽ നിന്നും സർവ്വ നന്മകളിൽ നിന്നും അകറ്റിക്കളയുന്നത് ബോധന നടത്തുന്ന ശൈത്വാനിന്റെ ശർറിൽ നിന്ന്, കെടുതിയിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടാണ്, അഭയം തേടിക്കൊണ്ടാണ് നമ്മൾ ഖുർആൻ പാരായണം ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയല്ലാത്ത മറ്റേതു സൂറത്തുകൾ, അത് ബിസ്മിയുടെ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതു ഭാഗവും, സൂറത്തുകളുടെ തുടക്കമാകട്ടെ സൂറത്തുകൾക്കിടയിലാകട്ടെ, നമ്മൾ നിർബന്ധമായും നിർവഹിക്കേണ്ടത് ഔദുവാണ്. ഔദു ചൊല്ലാന്ന് പറയുന്നു, ഇസ്തിആദ എന്ന് പറയാറുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് ഖുർആനിൽ നിന്ന് ഏതു ഭാഗം ഓതുകയാണ്, സൂറത്തിന്റെ തുടക്കത്തിൽ നിന്ന് ഓതുകയാണെങ്കിലും സൂറത്തുകൾക്കിടയിൽ നിന്ന് ഓതുകയാണെങ്കിലും ഔദു ഓതലാണ് നിർബന്ധം. എന്നാൽ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യാറ്. ബിസ്മി ഓതാൻ മറക്കില്ല, ബിസ്മി ഓതണം, ബിസ്മി ഓതണം. കുട്ടികളെ ഓതിച്ചില്ലെങ്കിൽ ബിസ്മി ഓതി ഓതണമെന്ന് അറിയണം. ഔദു ഓതാൻ നമ്മൾ ഓർമ്മിപ്പിക്കലില്ല, ശ്രദ്ധിക്കലുമില്ല. യഥാർത്ഥത്തിൽ ബിസ്മി എപ്പോഴാണ് ഓതേണ്ടത്?
സൂറത്തുകളുടെ പ്രാരംഭത്തിലാണ്. സൂറത്ത് തൗബയുണ്ട്. സൂറത്ത് തൗബയിൽ ബിസ്മി ഓതരുത്, നമ്മൾ കാണുന്നില്ല മുസ്ലിം. അതുപോലെ തന്നെ മുസ്ഹഫിൽ നമ്മൾ എങ്ങനെയാണ് ബിസ്മി കാണുന്നത്? ഓരോ സൂറത്തുകളുടെയും തുടക്കത്തിൽ, പ്രാരംഭത്തിൽ അതുപോലെയാണ് ബിസ്മി ഉച്ചരിക്കേണ്ടത്. എന്നാൽ ഒരു സൂറത്തിന്റെ ഇടയിൽ നമ്മൾ ഓതണം. ഖുർആൻ നമ്മൾ നിരന്തരമായി ഓതുന്നു, ഒരു സൂറത്തിനിടയിൽ വെച്ച് നമ്മൾ നിർത്തി രണ്ടാമത് നമ്മൾ വീണ്ടും പാരായണം ചെയ്യുമ്പോൾ അവിടെ ബിസ്മി ഓതേണ്ടതില്ല. അവിടെ നിർബന്ധമായും അനിവാര്യമായും ഓതേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. ഇത് ഖുർആൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ എപ്പോഴെല്ലാം ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നു അപ്പോഴെല്ലാം ശൈത്വാനിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ രക്ഷ ചോദിക്കണം. അതുകൊണ്ട് ഖുർആൻ എപ്പോൾ ഓതുമ്പോഴും ബിസ്മിയേക്കാൾ നമ്മൾ ഗൗരവത്തിൽ പാലിക്കേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഇസ്തിആദത്തിന്റെ വചനമാണ്, അല്ലാഹുവിനുള്ള രക്ഷാ ചോദ്യമാണ്. ശേഷം ബിസ്മി ഓതിയാൽ പ്രശ്നമില്ല. പക്ഷെ ബിസ്മി സൂറത്തുകൾ തുടക്കത്തിൽ ഓതേണ്ട ആവശ്യമില്ല. സൂറത്തുകൾക്ക് ഇടയിൽ നിന്ന് ഓതുമ്പോൾ അഊദു മാത്രം ഓതിയാൽ മതിയാവും. ഇനി ഒരാളെ ഇടയിൽ ഓതുമ്പോഴും തുടക്കത്തിൽ ഓതുമ്പോഴും അഊദു ബിസ്മി ഒരുമിച്ച് ഓതി പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. പക്ഷേ അഊദു ഒഴിവാക്കി ബിസ്മി മാത്രം ഓതുന്നത് ശരിയായ രീതിയല്ല. അത് അല്ലാഹുവിന്റെ കൽപ്പനക്കെതിരാണ്. ഞാൻ പറഞ്ഞ ആയത്തുകൾ തെളിവാണ്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇങ്ങനെ അഊദു ചൊല്ലി നമ്മൾ ഖുർആൻ പാരായണം ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് നമ്മൾ തുടങ്ങും. സർവസ്തുതി ലോകരുടെ റബ്ബായ അല്ലാഹുവിനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടത് മനസ്സിൽ അങ്ങേയറ്റം സ്നേഹത്തോടെയാണ്. ഒരാളെ നമ്മൾ സ്തുതിക്കുക, സ്തുതിയാകുക, മനസ്സിൽ ആരെയോടെ നമ്മൾ സ്തുതിക്കുന്നത് അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട്, സ്നേഹം മനസ്സിൽ നിറച്ചുകൊണ്ട് ഹബ്ദ് ചെയ്താലാണ് ആ സ്തുതിയാകുക. അതാർക്ക് മാത്രമേ നിർവാഹമുള്ളൂ? അല്ലാഹുവിന് മാത്രം. അപരിമേയമായ പരിപൂർണമായ സ്നേഹം, ആരെക്കാളും എന്തിനേക്കാളും റബ്ബിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്. അല്ലാഹുവിന് അവന്റെ അടിമകളിൽ ഏറ്റവും അധികം ഇഷ്ടം അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ്. അഹബ്ബുൽ ഇബാദി ഇലല്ലാഹി അൽ ഹമ്മാദൂൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് മലനിറഞ്ഞ് അവനെ സ്തുതിക്കുന്ന ഹമ്മാദുകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് ആ ഹബ്ദ് കൊണ്ട് അല്ലാഹു സൂറത്തുൽ ഫാത്തിഹ ആരംഭിച്ചു. അതാണ് അതിന്റെ രഹസ്യം. ലോകരുടെ റബ്ബായ അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും അവൻ എന്റെയും നിങ്ങളുടെയും നമ്മുടെ മുമ്പുള്ളവരുടെയും മാത്രമല്ല, സർവചരാചരങ്ങളുടെയും, സർവ മനുഷ്യരുടെയും, സർവ ജിന്നുകളുടെയും, മലക്കുകളുടെയും, ജന്തുജീവജാലങ്ങളുടെയും, ആകാശങ്ങളുടെയും, ഭൂമികളുടെയും, സർവചരാചരങ്ങളുടെയും ലോകരുടെയും റബ്ബായ അല്ലാഹു, അവനാണ് സർവസ്തുതിയും. ഇത് സ്നേഹത്തോടെയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തൊഴുപ്പി നാവിലൂടെ ഹംദായി പുറത്തേക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിയാൽ അല്ലാഹു പ്രതിവചിക്കുമെന്നാണ്. ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. മറുപടി പറയുന്നത് ഓരോ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്തതെന്ന് സങ്കല്പിച്ചു പോകും. നമ്മുടെ നിസ്കാരത്തിന്റെ ലെവലുമാണ്. റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യവും നമ്മുടെ ഹൃദയം സ്പർശിക്കും. അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് എന്ന് തിരിച്ചറിയും. അള്ളാഹുവിന്റെ മുമ്പിൽ അവനെ കാണുന്നത് പോലെ നിൽക്കാൻ നമുക്ക് സാധിക്കും. നിസ്കാരം സഹോദരങ്ങളെ യാന്ത്രികമായി തലകുത്തി മറിയുന്ന എന്തെങ്കിലും പ്രക്രിയയാണ്. നമ്മുടെ ശരീരം മേലനക്കാനുള്ള എക്സസൈസ് അല്ല. ചില ആളുകൾ നിസ്കാരത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. മുസ്ലിങ്ങളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്ക് മേലനക്കാനുള്ള പ്രക്രിയയാണ് പറയുന്നവരുണ്ട്. അതിന്റെ ആത്മീയമായ തലം പല മുസ്ലിമുകളും മനസ്സിലായിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം ചിന്തിച്ച് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നു. അടുത്ത ആയത്ത് റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ അല്ലാഹ് എന്ന ഇസ്മു ജലാലത്തിന് ശേഷം ഏറ്റവും ഉത്കൃഷ്ടമായ അല്ലാഹു അവനെ നമ്മെ പരിചയപ്പെടുത്തിയ രണ്ട് വിശേഷണങ്ങളാണ്, രണ്ട് നാമങ്ങളാണ് റഹ്മാൻ റഹീം. എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ? അർ-റഹ്മാൻ ദുർ റഹ്മതി അൽ-വാസിഅ അൽ-മൻബഉ റഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ, അറ്റമില്ലാത്ത, അനന്തമായ കാരുണ്യത്തിന്റെ ഉറവിടമാണ്, കാരുണ്യത്തിന്റെ കേദാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നവർ, അവൻ അനുസരിക്കാത്തവർ, ഭൂമിയിലെ സർവ്വ സൃഷ്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യം ഇഹലോകത്ത് വാരിക്കോരി നൽകുന്നു. അല്ലേ? റബ്ബില്ല, റബ്ബിനെ നിഷേധിക്കുന്ന, റബ്ബ് നൽകിയ നാവ് കൊണ്ട്
പടച്ചറപ്പിനെ നിഷേധിക്കുന്നവന് വരെ ആ നാവ് ചലിപ്പിക്കാൻ ശേഷി നൽകിയവൻ അവനാണ്. അവന്റെ തുടിക്കുന്ന ഹൃദയത്തിന്റെ വിടുപ്പ് നിയന്ത്രിക്കുന്നവൻ അവനാണ്. നോക്കൂ നിങ്ങൾ, ആ റബ്ബിനെ തിരിച്ചറിയാൻ, അവന്റെ കാരുണ്യം മനസ്സിലാക്കാൻ. സഹോദരങ്ങളെ, നമ്മുടെ കൽബീലിയുടെ ഒരു രോമം നിങ്ങൾ പറിച്ചു നോക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ അതൊന്ന് സൂക്ഷ്മമായി ശാസ്ത്രീയമായി അതൊന്ന് വിലയിരുത്തുക, പഠിച്ചു നോക്കുക. എന്താണ് അതിന്റെ രഹസ്യം? നമ്മുടെ ഹൃദയത്തിന്റെ ഒരു മിടുപ്പിന് പകരമാകും റബ്ബിന്റെ കാരുണ്യത്തിന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹൃദയം പിടിക്കുന്ന ഒരു ബീറ്റ്സിൽ ഒരു ബീറ്റ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്. നമ്മൾ ശ്വസിക്കുന്ന ഒരു നിമിഷാത നേരത്തെ ഒരു ശ്വസനമാണ്, ഒരൊറ്റ അര സെക്കൻഡ് നമ്മൾ ശ്വസിക്കുന്ന ശ്വസനമാണ്. അതിന് പകരമാകുമോ റബ്ബിന്റെ കാരുണ്യത്തിന് നമ്മൾ ചെയ്യുന്ന നന്ദി? സഹോദരങ്ങളെ, മുഖാമികൾ ചിലർ പറഞ്ഞ പോലെ നിന്റെ റബ്ബിലേക്ക് നിന്നെ നയിക്കുന്ന വഴിയടയാളങ്ങൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ നീ ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന് സമാനമാണ്. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്, നമ്മൾ ശ്വസിച്ച് പുറത്തുവിടുന്ന ശ്വാസോച്ഛ്വാസങ്ങൾക്ക് സമാനം, അത്രയും എണ്ണമുണ്ട് നിന്റെ റബ്ബിലേക്ക് നിന്നെ നയിക്കുന്നു. ഭൂമിയിലേക്ക് വർഷിക്കുന്ന ഓരോ മഴത്തുള്ളികളും കണക്കെ, കടൽ തീരെ തടിഞ്ഞുകൂടിയിട്ടുള്ള ഓരോ മണത്തരികളും കണക്കെ, ഇവിടെ മുളച്ചു പോകുന്ന ഓരോ പുൽക്കൊടിയും കണക്കെ, നിന്റെ റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് നിന്നെ അറിയിക്കുന്ന എത്ര തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും ഉണ്ട്. എന്നിട്ട് ആ റബ്ബിനെ നിഷേധിക്കുന്നവന്റെ നിഷേധത്തിന്റെ ആഴവും വലുപ്പവും ധിക്കാരവും എത്ര കടുത്തതാണ്. എന്നിട്ട് അവർക്ക് റാൻമോണികളായി മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ കാതും കണ്ണും കൽബും കൂർപ്പിച്ചു വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ, എക്സ് മുസ്ലിംസിലേക്ക് ചേക്കറുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുര്യോഗമാണിത്. ഇതിനേക്കാൾ വലിയ പരമമായ സത്യം മറ്റൊന്നില്ലാതിരിക്കെ ഈ വലിയ സത്യത്തെ കണ്ണടച്ചിരുട്ടാക്കി അനിസ്ലാമികതകളിലേക്ക് ചേക്കേറുന്നവരുടെ അവസ്ഥ എത്രയാണ്? അവരെത്ര ഹതഭാഗ്യരാണ്. അൽഹംദുലില്ലാഹി ബിനിഅമത്തിൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാമിലായി മുസ്ലിമീങ്ങളായി നിലനിർത്തിയതിൽ എത്ര നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറൻ വബാദിൻ വബാതിൻ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ അർറഹ്മാനിർ റഹീം. ഇങ്ങനെ വിശാലമായ കാരുണ്യമുള്ള കാരുണ്യത്തിന്റെ കേദാരമാണ് അവൻ. സർവർക്കും കാരുണ്യം വാരിക്കോരി നൽകുന്ന റഹീം. അവൻ അനുസരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി കാരുണ്യം സ്വർഗമായി പ്രതിഫലമായി നൽകുന്ന റഹീമാണ് അവൻ. റഹീം എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തെ അറിയും. റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ അറിയും. ഈ രണ്ട് കാരുണ്യവും അതിന്റെ വിശേഷണങ്ങളും പരിപൂർണതയും മനോഹരമായി സമ്മേളിക്കുന്ന റഹ്മാൻ റഹീമുമാണ് അവൻ. ഇങ്ങനെ അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തിയാൽ അള്ളാഹു പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. ഹംദ് പറഞ്ഞാൽ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ വിശേഷിപ്പിച്ചാൽ റഹ്മാൻ റഹീമുമാണ് അവൻ എന്ന് പറഞ്ഞാൽ എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. സഹോദരങ്ങൾ, ഈ രണ്ടായത്തിലും നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ മനസ്സിൽ നിറയുന്നത് എന്താണ്? ആദ്യത്തെ ആയത്തിൽ ഹംദ് നമ്മൾ പറഞ്ഞു, അള്ളാഹുവിനുള്ള സ്നേഹം നിറച്ചുകൊണ്ടാണ് നമ്മൾ ഹംദ് പറയുന്നത്. അള്ളാഹുവിനുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു. റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പ്രതീക്ഷയാണ്. അള്ളാഹുവിന്റെ പ്രതിഫലത്തിലും സ്വർഗത്തിലുമുള്ള പ്രതീക്ഷയാണ്. അള്ളാഹുവിന്റെ പ്രതീക്ഷ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു. പക്ഷെ അത് മാത്രം പോരാ, അള്ളാഹുവിനുള്ള സ്നേഹവും അള്ളാഹുവിനുള്ള പ്രതീക്ഷയും മാത്രം പോരാ ഒരു യഥാർത്ഥ മുസ്ലിമാകാൻ. മറ്റൊന്നു കൂടി വേണം. അതാണ് മാലിക് യൗമിദ്ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് മാലിക് യൗമിദ്ദീന്റെ അർത്ഥം? പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഏതാണ് പ്രതിഫല ദിവസം? ഖിയാമത്ത് നാൾ, വിചാരണയാണ്, പരലോകനാണ്. അറ്റമില്ലാത്ത, മരണമില്ലാത്ത, നിത്യനിതാന്തമായ ആഖിറത്തിലെ വിചാരണയും ആഖിറത്തിലെ പരലോക ജീവിതവും അറിയിക്കുന്ന യൗമുദ്ദീൻ, അതിന്റെ ഉടമസ്ഥൻ റബ്ബാണ്. അന്നിവിടെ നാട് ഭരിച്ച അടക്കിവാണ സർവരുമുണ്ടാകും. സകല ചക്രവർത്തിമാരും, സകല രാജാധിപതികളും, സകല സ്വേച്ഛാധിപതികളും. ഇന്ന് നമ്മൾ സ്വേച്ഛാധിപത്യത്തിന്റെ മകുടോദാഹരണമായി ഓർക്കുന്ന സർവ തോന്നിവാസികളായിട്ടുള്ള ഭരണാധികാരികൾ അവിടെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഐന മുലൂകുൽ അർദ്. ഹദീസിൽ കാണാം, ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വലതുകരത്തിൽ ചുരുട്ടിപ്പിടിക്കും. ആകാശങ്ങളെ, ഫയറുകളെ, ഏടുകളെ ചുരുട്ടിയെടുക്കുന്ന പോലെ ചുരുട്ടിയെടുക്കും. ഈ ഭൂമിയുടെ ഏതെങ്കിലും പ്രദേശത്ത് അടക്കിവാണവരാണ് വലിയ സ്വേച്ഛാധിപതികളായി ഇവിടെ വാണിരുന്നത്. ഫിറഔനും ഹാമാനും ഖാറൂനും നമ്രൂദും ഹിറ്റ്ലറും അതല്ലാത്ത ഇന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന സകലരും എല്ലാവരും ഉണ്ടാവും.
ഭൂമിയും ആകാശം അല്ലാഹുവിന്റെ കരങ്ങളിൽ ചുരുട്ടിപ്പിടിച്ച് ചോദിക്കുന്നു, ഐന മുലൂകുൽ അർദ്, എവിടെ പോയടോ ഭൂമിയിലെ രാജാക്കന്മാർ? ഐനൽ ജബ്ബാറൂൻ, ഐനൽ മുതകബ്ബിറൂൻ, എവിടെയാണ് അധീശന്മാർ, എവിടെയാണ് സ്വേച്ഛാധിപതികൾ? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നാർക്കാണ് അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും മഹാനുമായ എല്ലാം മടക്കി ഭരിക്കുന്ന രാജാധിരാജനായ അല്ലാഹുവിന് മാത്രമേ അധികാരം. ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് റബ്ബ്. അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാലിക് യൗമിദ്ദീൻ. അല്ലാഹുവിന്റെ ഔന്നിത്യവും വലുപ്പവും മഹത്വവും അവന്റെ ഗാംഭീര്യവും അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഖിയാമത്ത് നാളിന്റെ ഭീതിതമായ ഭയാനകമായ താക്കീതുമാണ് മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഓർത്താൽ നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനുള്ള പേടിയുണ്ടാവും. ഒരേ സമയം അല്ലാഹുവിനുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും സമ്മേളിക്കുന്ന ഇബാദത്തിന്റെ സ്തംഭങ്ങൾ കൂട്ടിയ ഒരു മുസ്ലിമാണ് യഥാർത്ഥ മുസ്ലിം. അവരാണ് അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കുന്നത്. ഉബൂദിയ്യത്തിന്റെ മഹനീയമായ തലങ്ങൾ തൊട്ടറിഞ്ഞത് എന്ന് പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറയാം. പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചു. നമുക്ക് 19 ശരി, 10 മിനിറ്റ് കൂടി സംസാരിക്കല്ലേ? നമ്മളെവിടെത്തി? മാലിക് യൗമിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് സഞ്ചരിക്കുന്നവന്റെ അടിമകൾ ഒരു പക്ഷിയെ പോലെയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പോലെയുള്ളവർ വിശദീകരിച്ചു. പക്ഷിക്ക് തലയുണ്ട്, 2 ചിറകുകളുണ്ട്. അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുന്ന പക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും. ആ പക്ഷിയോട് നമ്മെ ഉപമിച്ചാൽ ആ പക്ഷിയുടെ തലയാണ്, ശിരസാണ് അല്ലാഹുവിനുള്ള സ്നേഹം. ആ പക്ഷിയുടെ 2 ചിറകുകൾ, അതിന് അല്ലാഹുവിലേക്ക് പാറിയെടുപ്പിക്കുന്ന 2 ചിറകുകളാണ് അല്ലാഹുവിനുള്ള ഭയവും പ്രതീക്ഷയും. അല്ലാഹുവിന്റെ സ്നേഹമാകുന്ന പക്ഷിയുടെ തലയെടുത്ത് കളഞ്ഞാൽ അല്ലാഹുവിലേക്കുള്ള സഞ്ചാരം അസാധ്യമാകും. അല്ലാഹു സ്നേഹമില്ലാത്തൊരുത്തനും ആരെക്കാളും എന്തിനേക്കാളും നാം നമ്മുടെ റബ്ബിനെയാണ് സ്നേഹിക്കുന്നത്. ചെറിയ കുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്, മോനെ ഉമ്മാനും ഉപ്പാനും എനിക്ക് വേണ്ടപ്പെട്ടവരെന്നല്ല നീ സ്നേഹിക്കേണ്ടത്. ഇപ്പോൾ അടുത്ത് നമ്മുടെ സ്ഥാപനത്തിലൊരു കുട്ടി വാട്സപ്പിൽ തൻ്റെ ഉപ്പാക്ക് മെസ്സേജ് അയക്കുന്നത്, അത് സ്വാഭാവികമായിട്ട് ഒരു പ്രോസസ്സാണ്. അത് പിന്നീട് വൈറലായി സോഷ്യൽ മീഡിയ. കുട്ടി മദ്രസയിൽ നിന്ന് തൻ്റെ സ്കൂളിൽ നിന്ന് ഈ പാഠം കേട്ടിട്ട് പഠിച്ചിട്ട് അത് ഉപ്പാക്ക് ഷെയർ ചെയ്യണം. ഗൾഫിലുള്ള വാപ്പാക്ക് വാട്സപ്പിലൂടെ, ഉപ്പാനും ഉമ്മാനും വെല്ലുമ്മാനും വെല്ലിപ്പാനും പിന്നെ ഉമ്മാൻ്റെ ഉമ്മമാനും പിന്നെ ഉമ്മാൻ്റെ ഉപ്പാനും അവരെന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുഹമ്മദ് അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണ്. ഖുറൈശികളിലേക്ക് നീളുന്ന പരമ്പര കാണാതെ അറിഞ്ഞു പറഞ്ഞു കുട്ടി പറയുന്നു. സുബ്ഹാനല്ലാഹ്, വാപ്പ തിരിച്ചു കൊടുക്കാൻ പറ്റും. വാപ്പാന്റെ റിപ്ലൈ, മോനെ ശരിയാണ്, മനുഷ്യരെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും എല്ലാവരെക്കാളും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മളെല്ലാവരെക്കാളും ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് റബ്ബിനെയല്ലേ, അള്ളാഹുവിനെ. അള്ളാഹു കഴിഞ്ഞാൽ സൃഷ്ടികൾ. അപ്പൊ കുട്ടി തിരുത്താണ്. അതേപോലെ ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്, മനുഷ്യൻ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മുഹമ്മദ് നബി എന്നാണ് ഉദ്ദേശിച്ചത്. അള്ളാഹു സൃഷ്ടിയല്ലല്ലോ, അള്ളാഹുവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അതിന്റെ റിപ്ലൈ ഇങ്ങനെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. റബ്ബിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് എന്തറിയാം പരിശോധിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവൻ മരിക്കുന്ന വേളയിൽ തന്റെ മക്കളെ വിളിച്ച് അടുത്ത് വിളിച്ചിരുത്തി ചോദിക്കണം, എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? അമ്പിയാക്കൾ അവരുടെ മക്കളെ അമ്പിയാക്കളോട് ചോദിക്കണം, എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? ആർക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യും? അവർ പറയുന്നു, താങ്കളുടെ ഇബ്രാഹിം നബിയുടെ മക്കൾ പറയുക, താങ്കളുടെയും താങ്കളുടെ പൂർവ്വപിതാക്കളായ അമ്പിയാക്കളുടെയും ഇലാഹായ ഇലാഹ വാഹിദ, അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. മുസ്ലിമൂൻ, അവന് കീഴ്പ്പെടുന്ന ശരിയായ മുസ്ലിങ്ങളായി ഞങ്ങൾ മരിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പവും ഗാംഭീര്യവും അല്ലാഹുവിനെ കുറിച്ചുള്ള മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നു. പക്ഷി, അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുന്ന പക്ഷിയുടെ 2 ചിറകുകളാകേണ്ടത് അല്ലാഹുവിലുള്ള ഭയവും പ്രതീക്ഷയും. ചിറകറ്റ് കഴിഞ്ഞാൽ സഞ്ചാരം ദുർബലമാകും, ചിലപ്പോൾ വഴിയിൽ അത് തളർന്ന് കുഴഞ്ഞു വീഴും. ഇതുപോലെ അല്ലാഹുവിലുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും ഒരുപോലെ സമ്മേളിച്ചുകൊണ്ടായിരിക്കണം അല്ലാഹു നമ്മളെ ഇബാദത്ത് ചെയ്യും. നമ്മുടെ നോമ്പും നിസ്കാരവും സർവ്വ ആരാധനകളും
ഈ രൂപത്തിലായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിൽക്കുന്ന ഇബാദത്തുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. അത് നോമ്പാകട്ടെ, നിസ്കാരമാകട്ടെ. നോമ്പിന്റെ വിഷയത്തിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ വിഷയത്തിലും ഒരുപോലെ വന്ന ഹദീസാണ്. ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്, നോമ്പ് ഏതാണ്, ഹജ്ജ് ഏതാണ്? ഒരേ മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്സറുഹും ലില്ലാഹി ദിക്റ. ഏറ്റവും നന്നായി അള്ളാഹുവിനെ സ്മരിക്കുന്ന നിസ്കാരം ഏറ്റവും നല്ല നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. ഏറ്റവും നന്നായി, ഏറ്റവും അധികമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹജ്ജ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. നിസ്കാരത്തിൽ നൂറ്റാണ്ടുകൾ നിസ്കരിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ നിസ്കാരത്തിൽ ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടില്ലേ, ആ നിസ്കാരം ഇല്ലാത്ത നിസ്കാരമല്ല. എന്തുകൊണ്ടാവുന്നില്ല? അള്ളാഹുവിന്റെ ഭയവും പ്രതീക്ഷയും സ്നേഹവും സമ്മേളിക്കുന്ന ഉബൂദിയത്തിന്റെ, ഒരാളെ അള്ളാഹുവിന്റെ അടിമയാക്കുന്ന ഉബൂദിയത്തിന്റെ സ്തംഭങ്ങൾ സമ്മേളിക്കാത്തതുകൊണ്ടാണ്. അതെവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ മഹബ്ബത്തുണ്ട്, സ്നേഹമുണ്ട്. അർറഹ്മാനിർ റഹീമിൽ അള്ളാഹുവിന്റെ പ്രതീക്ഷയുണ്ട്. മാലിക് യൗമുദ്ദീനിൽ അള്ളാഹുവിന്റെ പേടിയുണ്ട്. ഇത് മൂന്ന് നമുക്കുണ്ടാകണം. ഇതെപ്പോഴും നമ്മെ കൊണ്ട് ആവർത്തിപ്പിക്കുകയാണ്. ഈ പ്രോസസ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ നിസ്കരിക്കുന്ന ഒരു മുസ്ലിം എല്ലാ നിസ്കാരങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ രഹസ്യം അറിയുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ എത്ര നഷ്ടത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ പരിഹാരമുണ്ട്, മന്ത്രമുണ്ട്, സൊല്യൂഷനുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് പയറ്റേണ്ടത്, പ്രയോഗിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത്, എന്താണ് ഇതിന്റെ രഹസ്യം നമുക്കറിയുന്നില്ല. സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഇബാദത്തുകളെ അത്ഭുതങ്ങൾ തീരാത്തത്, അറ്റമില്ലാത്തത്. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, നമ്മുടെ നോമ്പും നിസ്കാരവും ഇബാദത്തുകളും യാന്ത്രികമായിട്ടുള്ള ഉപരിപ്ലവമായ ഒരു കാട്ടിക്കൂട്ടലായി അധപ്പതിക്കരുത്. എന്താണ് അതിന്റെ ജീവനും ആത്മാവും നമ്മൾ പഠിക്കണം, അന്വേഷിക്കണം. എന്താണ് അതിൽ ചൊല്ലുന്നത്, എന്താണ് അതിൽ പ്രാർത്ഥിക്കുന്നത്, എന്താണ് അതിലെ ദിക്റുകൾ, അതിന്റെ അർത്ഥം അറിയണം, അതിന്റെ ആശയം അറിയണം, അതിന്റെ സീക്വൻസ് അറിയണം, അന്വേഷിക്കണം, പഠിക്കണം. മാലിക് യൗമുദ്ദീൻ അടുത്തായിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം, ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കും, നിനക്ക് മാത്രം. ആരാധനയുടെ ഒരംശം ഓരോ സൃഷ്ടിക്കും അതിന് അർഹതയില്ല. അല്ലാഹുവിന് മാത്രം പ്രാർത്ഥനയും സഹായത്തേക്കും ഇസ്തിഗാസയും ബലിയും നേർച്ചയും സർവാരാധനകൾ അല്ലാഹുവിന് മാത്രം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം. ഈ ആരാധനകൾ അല്ലാഹുവിന് മാത്രം നൽകണമെങ്കിൽ അള്ളാഹിന്റെ സഹായം വേണം. അള്ളാഹു സഹായിക്കാതെ ഒരു വിരലനക്കാൻ പോലും നമുക്ക് സാധിക്കില്ല, ഒന്നും ചലിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ നമ്മൾ എന്തിനാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത്? ബാക്കിയുള്ള വാക്കുകൾക്കെല്ലാം നമ്മൾ അതുപോലെ മറുപടി പറയും. ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ മാത്രം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് അതിന്റെ രഹസ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലർക്കും അതിന്റെ അർത്ഥം പോലും അറിയില്ല. വിജയത്തിലേക്ക്, ഒരു നിസ്കാരത്തിലേക്ക് വരുന്ന പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇല്ല റബ്ബേ, നീ തരുന്ന കഴിവും നിന്റെ സഹായവും, നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയും എനിക്കില്ല റബ്ബേ. അതുകൊണ്ട് നീ സഹായിച്ചാൽ, നീ കഴിഞ്ഞാൽ എനിക്ക് നിസ്കാരത്തിലേക്ക് പോകാം, എനിക്ക് വിജയത്തിലേക്ക് പോകാം. നീ എന്നെ സഹായിക്കണമേ റബ്ബേ എന്നതാണ് അതിനർത്ഥം. സഹോദരങ്ങളെ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹു അപ്പോൾ പറയുന്ന മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും മജ്ജദനി അബ്ദി, എന്റെ മഹത്വത്തെ, വലുപ്പത്തെ, ഔന്നത്യത്തെ എന്റെ അടിമ വാനോളം പുകഴ്ത്തിയിരുന്നു. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുവാണ് ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. അല്ലേ? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം സഹായം തേടുക, ഇത് അല്ലാഹുവിനും അവന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. ഇത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു പറയും ഇതാ എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണിത്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ദുആയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ മഹത്തായ ദുആ. ഒരു മുസ്ലിം നിത്യജീവിതത്തിൽ ഇത്രമേൽ അധികരിപ്പിക്കുന്ന മറ്റൊരു ദുആ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇമാമും മഅ്മൂമികൾ ഒരുപോലെ ആമീൻ പറയും. മലക്കുകളുടെ ആമീൻ അതിനോട് യോജിച്ചു വരികയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു ആ ദുആ സ്വീകരിക്കും. നിസ്കാരത്തിലെ നിത്യവും സംഭവിക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ്. എന്താണ് ആ ദുആ? സിറാത്തുൽ മുസ്തഖീം, ഇസ്ലാമിന്റെ തനതായ ശരിയായ ഒരേ ഒരു മാർഗ്ഗം. ഇസ്ലാം അനേക വഴികളില്ല, ഒരേ ഒരു മാർഗ്ഗം. അതിന്റെ മാനദണ്ഡം നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അതിലേക്ക് ഞങ്ങൾ നീ വഴി നടത്തണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവന്മാർ. ആരാണ് അനുഗ്രഹിച്ചവർ? സഹാബത്ത്.
പ്രൈമറി ഓഡിയൻസ് താബിഈങ്ങൾ, താബിഈങ്ങൾ. അല്ലാഹു നീ അനുഗ്രഹിച്ചവരുടെ മാർഗം അതാണ് സിറാത്തുൽ മുസ്തഖീം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗമല്ല. കാരണം യഹൂദരാണ്. അല്ലാഹു അവരോട് കോപിക്കാനുള്ള കാരണം അവർ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നതാണ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്ത നീ കോപിച്ച ജൂതന്റെ മാർഗമല്ല. വലദ്ദാലിൻ, പിഴച്ചുപോയ വഴികേടിലായ നസാറാക്കളുടെ മാർഗമല്ല. അവർ പഠിക്കാൻ കാരണം പഠിക്കാതെ പ്രവർത്തിച്ചു. അറിവ് നേടാതെ അവരെന്തൊക്കെയോ പ്രവർത്തിച്ചു. അറിവ് നേടാതെ പ്രവർത്തിച്ച പിഴച്ചുപോയ നസാറാക്കളുടെയോ അറിവ് നേടിയതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്ന കോപിക്കപ്പെട്ട ജൂതന്മാരുടെ മാർഗമല്ല. അറിവ് നേടിയത് പ്രവർത്തിച്ച് നേരായ മാർഗത്തിൽ സഞ്ചരിച്ച് മുൻഗാമികളെ നീ അനുഗ്രഹിച്ചവരുടെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. അല്ലാഹു അപ്പോൾ പറയുന്നു, വലി അബ്ദി മാ സഅൽ, അല്ലാഹു അവനോട് ചോദിച്ചത് അവന്റെ അടിമക്ക് നൽകുമെന്ന് പറയുന്നു. എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ നൽകുന്നു. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചത് എങ്ങനെയാണ്? ദുആ ചെയ്യേണ്ടുന്ന മര്യാദയിൽ പഠിപ്പിക്കുന്നു. അള്ളാഹുവിനുള്ള ഭയം, പ്രതീക്ഷ, കാരുണ്യം മുൻനിർത്തി നമ്മുടെ ഈമാൻ തൗഹീദ് പുതുക്കി പ്രഖ്യാപിച്ച് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തരുമെന്ന് ഉറപ്പാണ്. അത് നമ്മൾ ആമീൻ എന്നപ്പോൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് തുടങ്ങി പരിശുദ്ധ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കണം. ഖുർആനാണ് ആത്മസംസ്കരണത്തിന്റെ കേന്ദ്രം. ഈ വിഷയത്തിന്റെ ഒരരികു വശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിഷയത്തിലേക്ക് നമ്മൾ ഇപ്പോഴും കടന്നിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ കൂടുതൽ അർത്ഥം പറഞ്ഞ് വായിക്കുക, പഠിക്കുക. ഖുർആൻ ഓതി ബറക്കത്തെടുക്കാൻ, അത് ഖത്തം ഓതി തീർക്കാൻ പാരായണത്തിന് വേണ്ടിയല്ല അല്ലാഹു അവതരിപ്പിച്ചു. അതിന്റെ ആശയം ചിന്തിച്ച് അതിന്റെ ആശയ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്ത് ഉത്ബുദ്ധരാകാൻ, അതനുസരിച്ച് ജീവിക്കാൻ. റസൂലുള്ളാഹിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മോട് പറഞ്ഞതാണ്, റസൂലുള്ളാഹിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാൽ അവിടുത്തെ ജീവിതം ആകാശൂലമാണ്. ഖുർആനിന്റെ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു. ഖുർആൻ നമ്മുടെ സ്വഭാവമാകാൻ, ഖുർആൻ നമ്മുടെ ജീവനാകാൻ, ജീവിതമാകാൻ, ഖുർആൻ നമ്മുടെ ഹൃദയത്തെയും വാക്കിനെയും പ്രവൃത്തിയെയും മരണം വരെ സ്വാധീനിക്കാൻ, ആത്മസംസ്കരണം ഖുർആനിലൂടെ നേടാൻ പരിശുദ്ധ റമദാൻ അല്ലാഹു നമുക്ക് കാരണമാക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.